സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട. ബേ ലീവ്സ് എന്ന് പറയുന്നത് കറുകപ്പട്ടയുടെ ഉണങ്ങിയ ഇലയാണ് കേട്ടോ. പിന്നെ 3 ഏലക്കായ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുത്തത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇത് മതി കേട്ടോ. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാവണ വരെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങ് കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വഴന്ന് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, സവോള നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 തക്കാളിയാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയായിരുന്നു ഇത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് കേട്ടോ. ഞാനിതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. നമ്മൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് ചാറൊക്കെ കുറുകി വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭാഗം കുറച്ചൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കരുത്. ഞാൻ കുറച്ചും കൂടിയും ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങായ കാരണം ഇതിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.